ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പോയ ഒരു വൺ ഡേ ട്രിപ്പ് പ്രോഗ്രാമിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെ കൂട്ടുകാരുടെ ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. സൗഹൃദം അറ്റ് 1980. അതിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഒരു വൺ ഡേ ട്രിപ്പ് പ്രോഗ്രാമാണ്. കൊല്ലത്ത് നിന്നൊരു ബോട്ട് യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള കൂട്ടുകാരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും 10 മണിയോട് തന്നെ കൊല്ലത്ത് എത്തണമായിരുന്നു. അങ്ങനെ ദൂര സ്ഥലങ്ങളിലുള്ള കൂട്ടുകാരൊക്കെ ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്ത് കൊല്ലത്തെത്തി. ഞങ്ങൾ ഒരു ട്രാവലറിൽ ഇവിടെ നിന്ന് കൊല്ലത്ത് എത്തി. അങ്ങനെ ഏകദേശം 10:30 മണിയോടുകൂടി എല്ലാവരും ബോട്ടിലേക്ക് കടന്നു. 11 മണിക്കാണ് നമ്മൾ ബോട്ട് യാത്ര ആരംഭിക്കുന്നത്. 11 മണി മുതൽ 5 മണി വരെയാണ് ബോട്ട് യാത്രയുടെ സമയം. അങ്ങനെ എല്ലാവരും പരസ്പരം കണ്ടതിൻ്റെ സന്തോഷം പങ്കിടുകയാണ്. എല്ലാവരും ഫാമിലി സഹിതം പങ്കെടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാലും കുറച്ച് പേരൊക്കെ ഫാമിലിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരൊന്നും ഫാമിലിയെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെയാണ് ഞാനും ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തത്. അങ്ങനെ എല്ലാവരും പരസ്പരം കണ്ടതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണാം. പിന്നെ ഫുഡൊക്കെ നമുക്ക് ഈ ബോട്ടിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. ആദ്യം തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് എല്ലാവർക്കും തന്നു. അതിനുശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുകയും ഫാമിലിയെ എല്ലാവരും പരിചയപ്പെടുത്തി. അതുപോലെ എല്ലാവരും അവരവരുടെ പഴയ കാലഘട്ടത്തിലെ ഓർമ്മകളൊക്കെ പങ്കുവെച്ച് കുറച്ച് സമയം അങ്ങനെ ഇരുന്നു. ഇനി രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് നമുക്ക് ബോട്ട് യാത്രയുടെ സമയം. അങ്ങനെ അഷ്ടമുടിക്കായലിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ബോട്ട് യാത്ര ആരംഭിച്ചു. പിന്നീട് സൗഹൃദം അറ്റ് 1980 എന്നെഴുതിയ ഒരു കേക്ക് മുറിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അതിനായിട്ട് ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ പുതിയ അഡ്മിന്മാരും അതേപോലെ പഴയ അഡ്മിന്മാരും ചേർന്നായിരുന്നു കേക്കൊക്കെ മുറിച്ചത്. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടെയും ഒക്കെ കൂടി കൈയൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് കേക്ക് മുറിച്ചത്. കേക്കൊക്കെ മുറിച്ച് എല്ലാവരും പരസ്പരം പങ്കുവയ്ക്കുകയും എല്ലാവർക്കും നൽകുകയൊക്കെ ചെയ്തു. പിന്നീട് നമുക്ക് ബോട്ടിൽ നിന്ന് തന്നെ ഒരു ചെറിയൊരു ഭക്ഷണം ഒരു 11:30 മണിയോടുകൂടി തന്നിരുന്നു. അത് നമ്മുടെ കപ്പ വേവിച്ചതും മീൻകറി ആയിരുന്നു. വളരെ നല്ല ടേസ്റ്റായിരുന്നു. നല്ല കപ്പയും നല്ല മീൻകറിയൊക്കെ ആയിരുന്നു. എല്ലാവരും അതൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നീട് നമ്മുടെ യാത്ര തുടർന്നു. ഇനി നമ്മൾ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടേക്ക് നമ്മുടെ ഈ ഹൗസ് ബോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അതിന് പകരം ഇതിൽ നിന്ന് മറ്റൊരു ചെറിയ വള്ളത്തിൽ കയറി വേണം നമുക്ക് സാമ്പ്രാണിക്കൊടിയിലേക്ക് പോകാൻ. സാമ്പ്രാണിക്കൊടി ഒരു തുരുത്താണ്. നമ്മുടെ ഈ അഷ്ടമുടിക്കായലിൻ്റെ അകത്തുള്ള ഒരു തുരുത്താണ്. ഇത് കാണുന്നതിനായിട്ട് ധാരാളം ടൂറിസ്റ്റുകൾ വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ സാമ്പ്രാണിക്കൊടിയിലേക്ക് ഒരു വള്ളത്തിൽ കയറി പോവുകയാണ്. ചെറിയ ബോട്ട്, വള്ളമല്ല, ചെറിയ ബോട്ടിലാണ് കയറി പോകേണ്ടത്. അങ്ങനെ സാമ്പ്രാണിക്കൊടിയിലെത്തി. സാമ്പ്രാണിക്കൊടി വളരെ മനോഹരമായൊരു സ്ഥലമാണ്. നിറയെ കണ്ടൽക്കാടുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലം. അതുപോലെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി നടക്കാം. ഒട്ടും ആഴമില്ല. എല്ലാവർക്കും ഇങ്ങനെ ഇറങ്ങി നടക്കാൻ കഴിയും. ഈ ചൂട് സമയത്ത് നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി വിസിറ്റ് ചെയ്യുന്നതും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ്. പിന്നീട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. പിന്നീട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്ന അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്. അത് നമുക്ക് പൈനാപ്പിൾ, അതുപോലെ മാങ്ങ, സംഭാരം, വെള്ളം, അതുപോലെ കക്ക ഇറച്ചി, നമ്മുടെ കൊല്ലത്തിൻ്റെ തനതായ കക്ക വേവിച്ചത്, അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് വാങ്ങി കഴിക്കാം. ഞങ്ങൾ മാങ്ങ മാത്രം വാങ്ങിച്ച് കഴിച്ചു. മാങ്ങ പുളിയൊന്നും ഇല്ലാത്ത ഇങ്ങനെ മുളക് പൊടി ഉപ്പുമൊക്കെ ഇട്ടുള്ള മാങ്ങയായിരുന്നു. ധാരാളം
ടൂറിസ്റ്റുകൾ ഇപ്പോൾ സ്കൂൾ അടച്ചതുകൊണ്ട് കുട്ടികളൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. ഇവിടെ സാമ്പ്രാണിക്കൊടിയിൽ ഒരുപാട് കുട്ടികൾ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നതിനുമൊക്കെ സൗകര്യം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പല പല തുരുത്തുകളാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ പ്രായത്തെ മറന്നും കൊച്ചു കുട്ടികളെ പോലെ മരങ്ങളിലൊക്കെ കയറിയിരുന്നും ഒക്കെ ഫോട്ടോയൊക്കെ എടുത്തു. എല്ലാവർക്കും വളരെ സന്തോഷവും ഒക്കെ തോന്നിയ ഒരു ദിവസമായിരുന്നു. ഭയങ്കര എല്ലാവരും നല്ല കുട്ടികളെ പോലെ കളിച്ചും ചിരിച്ചും ഒക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം. അങ്ങനെ മരത്തിലൊക്കെ കയറി നിന്നുള്ള ഫോട്ടോഷൂട്ടാണ് കാണുന്നത്. അങ്ങനെ കുറേ സമയം ഞങ്ങൾ സാമ്പ്രാണിക്കൊടിയിൽ ചിലവഴിച്ചു. നല്ല നല്ല തണുപ്പും നല്ല രസമുള്ളൊരു സ്ഥലമാണ് സാമ്പ്രാണിക്കൊടി. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതാണ്. നമ്മൾ ആലപ്പുഴയിലും ഒക്കെയാണ് സാധാരണ ഹൗസ് ബോട്ട് യാത്രയ്ക്ക് പോകാറുള്ളത്. നമ്മുടെ കൊല്ലത്തും ഇതേപോലെ ധാരാളം സ്ഥലങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഹൗസ് ബോട്ട് യാത്രയൊക്കെ നമ്മുടെ കൊല്ലത്തും നല്ലതായിട്ട് നടക്കുന്നുണ്ട്. ഇത് അവിടെ വെച്ച് പരിചയപ്പെട്ട കുട്ടിയാണ്. നല്ല ചിരിയായിരുന്നു. അങ്ങനെ ഞാൻ അവളുടെ വീഡിയോ എടുത്തതാണ്. അങ്ങനെ സാമ്പ്രാണിക്കൊടി കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ബോട്ടിലേക്ക് നമ്മുടെ ഹൗസ് ബോട്ടിലോട്ട് വരികയാണ്. അരയന്നമേ ആരോമലേ അതിലായിരമാശകളാലൊരു കൊണ്ടലരേ തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെന്നോ കുടകുല കൂടിയോ നാലു നിലപ്പം വാനിലം നാദസ്വരമേളമിട്ടു പാതിരാക്കിളി ഏകയായി രാഗലോലയായി എന്റെ മുന്നിൽ വന്നു കരിങ്കല്ലുണ്ട് കല്യാണച്ചെക്കുണ്ട് എല്ലാരും അങ്ങനെ എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഉച്ചക്കാലത്തെ ഭക്ഷണം ഏകദേശം 1-1:30 മണിയോടുകൂടി ഉച്ചഭക്ഷണം എത്തി. ഉച്ചഭക്ഷണം വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണമായിരുന്നു. ചോറ്, അതേപോലെ രസം, മോര്, പരിപ്പ്, പപ്പടം, പിന്നെ തോരൻ, മെഴുക്ക് പുരട്ടി, പിന്നെ ചിക്കൻ കറി, നമ്മുടെ കരിമീൻ പൊള്ളിച്ചത്, അങ്ങനെ എല്ലാം കൂടെ വളരെ നല്ല ഭക്ഷണമായിരുന്നു ഉച്ചക്കാലത്തത്. അങ്ങനെ എല്ലാവരും ഉച്ചഭക്ഷണമൊക്കെ വളരെ ആസ്വദിച്ച് കഴിച്ചു. കരിമീനൊക്കെ നമ്മുടെ കൊല്ലത്തിൻ്റെ നല്ല കരിമീനായിരുന്നു. നല്ല ടേസ്റ്റുള്ള കരിമീനായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചു. അതിന് ശേഷം വീണ്ടും നമ്മൾ മറ്റൊരു ചെറിയ ബോട്ടിൽ മൺട്രോ തുരുത്തിലേക്ക് പോവുകയാണ്. ഇവിടേക്കൊന്നും നമ്മുടെ ഹൗസ് ബോട്ട് എത്തത്തില്ല. മൺട്രോ തുരുത്തിൽ പോകണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെറിയ ബോട്ടിൽ വേണം പോകാൻ. ഒരാൾക്ക് 150 രൂപയായിരുന്നു ചാർജ്. മൺട്രോ തുരുത്ത് നമ്മുടെ സാമ്പ്രാണിക്കൊടി പോലെ തന്നെ വളരെ മനോഹരമായൊരു തുരുത്താണ്. ഇതിനുള്ളിലൂടെ നമ്മൾ ഈ ബോട്ട് കയറിപ്പോകും. അവിടെ നല്ല തണുപ്പാണ്. അവിടെ കൊണ്ട് നമ്മൾ ബോട്ടിടും. പിന്നെ അവിടെയൊക്കെ ഇറങ്ങി നടക്കേണ്ടവർക്ക് നടക്കാം, പിന്നെ ഫോട്ടോ എടുക്കേണ്ടവർക്ക് എടുക്കാം. ഇതുപോലെ തന്നെ ആഴം കുറഞ്ഞ് വെള്ളത്തിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ കുറേ സമയം ഞങ്ങൾ മൺട്രോ തുരുത്തിലും ചിലവഴിച്ചു. അവിടെ പക്ഷേ അങ്ങനെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെയൊന്നും ഞങ്ങൾ കണ്ടില്ല. ഇതേപോലെ വേറെ തുരുത്തുകൾ അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ടെന്ന് തോന്നി. ഇതേപോലെ ഞങ്ങളെ കൊണ്ടുപോയത് ഇവിടെ ആയിരുന്നു. നല്ല കണ്ടൽക്കാടുകൾ നിറഞ്ഞ നിബിഡമായ ഒരു സ്ഥലം. അങ്ങനെ അത് മൺട്രോ തുരുത്ത് കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് നമ്മുടെ ബോട്ടിലോട്ട് വരികയാണ്. എല്ലാവർക്കും ഇതേപോലത്തെ തൊപ്പി അവിടെ നിന്ന് നമുക്ക് തരും. അതുകൊണ്ട് നമുക്ക് വെയിലൊന്നും ഏൽക്കാതെ തിരിച്ച് വരാൻ പറ്റി.
ഒരുപാട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു കാണാൻ കഴിഞ്ഞത്. ഒരു വീഡിയോ ഒക്കെ ധാരാളം എടുത്തിട്ടുണ്ട്, എല്ലാം കൂടെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. അതെങ്കിലും എനിക്ക് മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. നമ്മുടെ കൊല്ലത്തുള്ള ഇതേപോലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ, കേരളത്തിനകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ പുറം രാജ്യങ്ങളൊക്കെ കാണാനെന്നാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് നല്ല നയന മനോഹരമായ കാഴ്ചകളായിരുന്നു കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം വൈകിട്ട് 4:30 മണിയോടുകൂടി നമുക്ക് ചായയും സ്നാക്സും തന്നു. ഏത്തപ്പഴം പൊരിയും അതേപോലെ ചായയുമായിരുന്നു. പിന്നെ കട്ടൻ ചായ വേണ്ടുന്നവർക്ക് അതുണ്ടായിരുന്നു, അതുപോലെ പാൽ ചായ വേണ്ടുന്നവർക്ക് അതുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സ്നാക്സൊക്കെ കഴിച്ച് സന്തോഷത്തോടുകൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരു ദിവസം നന്നായിട്ട് അടിച്ചു പൊളിച്ചു. അതിനുശേഷം പിന്നീട് എല്ലാവരും ചേർന്നിട്ടുള്ള ഫോട്ടോ എടുക്കണമെന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് എല്ലാവരും ഇരിക്കുകയാണ്. പിന്നീട് എല്ലാവരും ചേർന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഗ്രൂപ്പ് ഫോട്ടോ അവരുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം ചേർന്നിട്ടുള്ള ഫോട്ടോ, പിന്നെ ഫാമിലി സഹിതം നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായൊരു ദിവസമായിരുന്നു. പ്രായത്തെയൊക്കെ മറന്ന് എല്ലാവരും അടിച്ചു പൊളിച്ച ഒരു ദിവസമായിരുന്നു. അങ്ങനെ 5 മണിയോടുകൂടി എല്ലാവരും കൊല്ലത്ത് ബോട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നീട് എല്ലാവരും ട്രെയിനിലും ബസ്സിലും ഒക്കെ വന്നവർ അങ്ങനെയൊക്കെ തിരിച്ചു പോയി. ഞങ്ങൾ ട്രാവലറിൽ തിരിച്ച് നാട്ടിലോട്ട് തിരിച്ചു. അങ്ങനെ വളരെ സന്തോഷവും സൗഹാർദ്ദവും ഒക്കെ തികഞ്ഞ ഒരു ദിവസവും, അതുപോലെ പ്രായത്തെയും അവശതകളെയൊക്കെ മറന്ന് എല്ലാവരും അടിച്ചു പൊളിച്ച ഒരു ദിവസവുമായിരുന്നു. ഇനി ഇതുപോലുള്ള യാത്രകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.